ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ബാഹുബലിയെ തീർക്കാൻ പുഷ്പ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും കൗണ്ട് ഡൗൺ നമുക്ക് തുടങ്ങാം. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് പുഷ്പ 2വിൻ്റെ മുന്നിൽ നിൽക്കുന്നത് രണ്ട് ചിത്രങ്ങളാണ്. ഒന്ന് ബാഹുബലി 2, മറ്റൊന്ന് ദംഗൽ. ഈ രണ്ട് ചിത്രങ്ങൾ മാത്രമാണ് ഈ ഒരു സിനിമയുടെ മുന്നിൽ കളക്ഷനിൽ നിൽക്കുന്നത്. സർവകാല റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു സിനിമ അഭ്രപാളികളിൽ വിജയം കുടിപാറിച്ച് നിൽക്കുന്നത് എന്ന് തന്നെ പറയാം. എന്തായാലും ഇന്ന് 12 ദിവസങ്ങൾ കഴിഞ്ഞ് 13ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം വെളിവാവുകയാണ്. സിനിമയ്ക്ക് ഗംഭീരമായിട്ടുള്ള കളക്ഷനാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ശനി ഞായർ ദിനങ്ങളിൽ മാത്രമായിട്ട് സിനിമയ്ക്ക് 200 കോടിക്ക് മുകളിൽ കളക്ഷൻ വരികയുണ്ടായി. ഇതോടുകൂടി തന്നെ 1400 കോടിയിലേക്ക് സിനിമ 12 ദിവസം കൊണ്ട് എത്തുകയും ചെയ്തു. അങ്ങനെ RRR എന്ന സിനിമയുടെ കളക്ഷൻ റെക്കോർഡും ഭേദിച്ച് 3ാം സ്ഥാനത്തേക്ക് പുഷ്പ 2 എത്തി. RRRന് 1387 കോടിയായിരുന്നു കളക്ഷനായിട്ട് ഫൈനൽ കളക്ഷനായി വന്നിരുന്നത്. ഈ സിനിമകളുടെ അല്ലെങ്കിൽ ഈ നിൽക്കുന്ന എല്ലാ സിനിമകളുടെയും പട്ടികയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ജപ്പാനിലൊക്കെ റിലീസ് ചെയ്തിട്ടാണ് ഈ സിനിമയ്ക്ക് 1300 അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള കളക്ഷനൊക്കെ വന്നത്. പക്ഷേ ഇവിടെ പുഷ്പ 2 എന്ന ചിത്രം ഇന്ത്യയും അല്ലെങ്കിൽ നമുക്ക് പറയാം ആദ്യ ഈ റിലീസിൽ തന്നെ ജപ്പാൻ എന്ന രാജ്യത്തിലേക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ തന്നെ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് സിനിമ 1000 കോടിക്കടുത്ത് കളക്ഷൻ നേടിയിരിക്കുന്നത്. 1000 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരിക്കുന്നതെന്ന് തന്നെ പറയാം. ഇനി ബാഹുബലിയുടെ കളക്ഷനായിട്ട് പറയാനുള്ളത് 1810 കോടിയാണ് അതിൻ്റെ ഫൈനൽ കളക്ഷൻ. അതും ഈ പറഞ്ഞ പോലെ ജപ്പാനിലെ റിലീസിന് ശേഷമാണ് ഈ സിനിമയ്ക്കും 1810 കോടി എത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് 12 ദിവസത്തെ കളക്ഷൻ 1409 കോടിയായിരുന്നു. അതായത് 13ാം ദിവസത്തെ സിനിമയുടെ അല്ലെങ്കിൽ 13ാം ദിവസം 12ാം ദിവസത്തെ കളക്ഷൻ പുറത്തു വരുമ്പോൾ 1450 കോടിക്ക് മുകളിലായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഒരുപക്ഷെ അതിന് മുകളിലേക്ക് പോകാനാണ് ഏറെയും ചാൻസ് കാണുന്നത്. ദംഗൽ 2024 കോടിയാണ് നിൽക്കുന്നത്. അത് ഇനിയും ഫസ്റ്റ് പൊസിഷന് വേണ്ടിയാണ്. അപ്പോൾ സെക്കൻഡ് പൊസിഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു മത്സരത്തിൽ ഇനിയുള്ളത് ഏകദേശം 300-350 കോടി മാത്രമാണ്. അതായത് ഈ ശനി ഞായറോട് കൂടി തന്നെ സിനിമ ബാഹുബലിയുടെ കളക്ഷൻ റെക്കോർഡ്, ബാഹുബലി 2വിൻ്റെ കളക്ഷൻ റെക്കോർഡുകൾ തകർത്തിരിക്കും എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ. ഇനിയും നമുക്കൊരു അനുമാനത്തിലേക്ക് പോകാം. ഈ വരുന്ന തിങ്കൾ കഴിഞ്ഞു, തിങ്കളാഴ്ച ഏകദേശം 50 കോടിക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ വന്നത്. ഇന്ന് ചൊവ്വാഴ്ചത്തെ കളക്ഷൻ നാളത്തേക്ക് നമുക്ക് ലഭ്യമാവുകയുള്ളൂ. അങ്ങനെ ഇനിയുള്ള 4 ദിവസങ്ങളിൽ നിന്ന് ആവറേജ് സിനിമയ്ക്ക് ഒരു 150 കോടിക്ക് മുകളിൽ ആ റേഞ്ചിലേക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്ന 2 ദിവസങ്ങളിൽ സിനിമയ്ക്ക് 150 കോടിയോളം. അങ്ങനെ വരുമ്പോൾ പോലും ഏകദേശം അതിന് മുകളിലേക്കുള്ള കളക്ഷൻ എത്തും. എന്തായാലും ഞായറാഴ്ച ഈ ഒരു സിനിമയുടെ അതായത് ബാഹുബലി 2വിൻ്റെ കളക്ഷൻ റെക്കോർഡുകൾ തകർത്തെറിയുമോ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അപ്പോൾ കാത്തിരിക്കാൻ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.